മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് ഇൻട്രോ പറയാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ആ ഒരു സംഭവം തന്നെയാട്ടോ. അതായത് ഒരു വത്തക്കയിലുള്ള ഒരു സംഭവമാണ്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും വത്തക്കയായിട്ട്, അത് തണ്ണിമത്തനായിട്ട് വന്നിരിക്കുകയാണ്. വത്തക്കയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രിൽ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇവിടെ വലിയൊരു വത്തക്ക എടുത്തിട്ടുണ്ട്, അതായത് തണ്ണിമത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബെൽറ്റ് എടുത്തിട്ട്, അപ്പോൾ ഓക്കെ നമ്മൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ജ്യൂസാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ ഈ ഒരു സംഭവം ഒഴിവാക്കാം. അതിന് ശേഷം നമ്മൾ വേറെ സംഭവമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ ഫിക്സ് ചെയ്യാം. ഇതൊക്കെ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഈ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്യാൻ പോട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ ചിലപ്പം കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. റെഡി ആവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി? റെഡി ആവുന്നുണ്ട്, ജ്യൂസ് ആവുന്നുണ്ട്. ആദ്യം കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുക്കട്ടെ, കാരണം അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും വെറുതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ചെറിയൊരു കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ ആദ്യം. നല്ല അടിപൊളിയായിട്ട് ജ്യൂസായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതേപോലെ നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് ആകുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇപ്പം തന്നെ ഈ ഒരു ലെവലിലായിട്ടോ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്ത് കൊടുത്ത സൈഡൊക്കെ ഉണ്ടോ നല്ല റൗണ്ടായി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒരു പൈപ്പിലൂടെ, സാധാ ഒരു ടാപ്പല്ല നമ്മളെടുത്ത്, ആ ടൈപ്പിലൂടെ സ്മൂത്തായിട്ട് പോരണമെങ്കിൽ നമുക്ക് ആ ഒരു കട്ടി ഉണ്ടായാൽ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അതായത് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ആ ഒരു ചണ്ടി ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി കളയാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പൈപ്പ് നമ്മൾ ഇതേപോലെ പിടിപ്പിക്കാൻ പോവാണ്. കുറച്ച് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം അല്ലേ. ഇതേപോലെ വെക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പൈപ്പ് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ജസ്റ്റ് നമ്മളിതിൽ നമ്മളൊരു ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഇതേ അളവിൽ, അതായത് വട്ടത്തിൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മളൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നല്ല കറക്റ്റായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. ലൂസായി പോയാൽ ഫുള്ളായിട്ട് ലീക്കായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളതിൽ പൈപ്പൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം കുറവുണ്ട്. അതായത് നേരത്തെ നമ്മൾ അരിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ചണ്ടിയൊക്കെ പോയില്ലേ, അതുപോലെ തന്നെ കുറച്ച് ആളുകൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടേ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്രഷ് ജ്യൂസ് റെഡി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൈപ്പിലൂടെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ വത്തക്ക വെള്ളം വരുന്നുണ്ടോ? കുറച്ചുകൂടി തിരിച്ചാൽ നല്ല പവറിൽ വരും കേട്ടോ.
അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു വാട്ടർമെലൺ ഡിസ്പെൻസർ? അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് ക്ലാസ് നമ്മൾ എടുക്കുന്ന നേരത്തെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി കുറച്ചും കൂടി നമ്മൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കണം. നല്ല ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അവൻ ഇതിന് കൂടെ വന്നാലും എങ്ങനെ വന്നാലും എന്താ വത്തക്കവെള്ളം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലെ വത്തക്കവെള്ളമൊക്കെ കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സംഭവം അടിപൊളിയാട്ടോ. ഡ്രില്ലിംഗ് മെഷീൻ നമ്മുടെ എന്താ ബീറ്ററിൻ്റെ ഈ ഒരു സംഭവം കുടിക്കുക കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്താട്ടോ. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആവും. അപ്പോൾ ഇതേപോലെ നല്ല ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഉണ്ട് ഇനിയും. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് ദിവസം വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരാഴ്ചയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം കൈക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അതായത് ഓണത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടാക്കിയ ടൈമിൽ നമ്മൾ മറിഞ്ഞട്ടി വീണു. അതായത് കൈയൊക്കെ എന്തൊക്കെയായി പോയി. ഏതായാലും അന്ന് ഒരുപാട് പേര് കമൻറ്റ് അയച്ചിട്ടു എന്ത് പറ്റിയൊക്കെ വെച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നതിലൊക്കെ. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.